മാത്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് സ്കൂളിൽ പരിചയപ്പെടാത്ത ഒരു വിഷയം, അതായത് ഡൈസ്. ആ ഡൈസിൻ്റെ ഒരു ഫേസിന് ഓപ്പോസിറ്റ് ഫേസിൽ വരുന്ന നമ്പറുകൾ ഏതാണ്? അതായത് ഡൈസിൻ്റെ ഒരു മുഖം, മുകളിലുള്ള ഒരു മുഖത്തിൻ്റെ നമ്പർ തരികയും എങ്കിൽ താഴെയുള്ള മുഖത്തെ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു വിദ്യയാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഡൈസിൻ്റെ ഏതൊക്കെ രൂപത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഇതേമാതിരിയുള്ള ചോദ്യങ്ങളെ സമീപിക്കേണ്ടത് എന്ന് വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഓപ്പൺ ഡൈസ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ മറക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും ആദ്യം തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ സ്ക്രീനിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആൻസർ എഴുതി വെക്കുക. ഏതെങ്കിലും ചോദ്യങ്ങൾ അറിയാതെയോ സംശയമുള്ളതായിട്ടോ തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ തുടർന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായി ചെയ്യുന്നതിലൂടെ 4 or 5 മാർക്കാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ കഴിയുക. ഈ വീഡിയോ അവസാനം കണ്ടതിന് ശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഡൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്ന് എങ്ങനെ ചെയ്യുന്നു നോക്കാം. ആദ്യം ഡൈസിനെ കുറിച്ച് പൊതുവെ ഒരു ധാരണ വേണം. ഒരു ഡൈസ് എന്ന് പറയുന്ന സമയത്ത് 6 ഫേസ്, 6 ഫേസുള്ള ഇതുപോലുള്ള ഒരു രൂപമാണ് ഡൈസ്. ഓക്കെ, നമ്മളിപ്പം റൂബിക്ക് ക്യൂബൊക്കെ കണ്ടിട്ടുണ്ടാവും, വലിയത്, എല്ലാ സൈഡും ഒരേപോലെയുള്ളത് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ചെറിയ ഫോമാണ് ഡൈസ്. ഇതിന് 6 ഫേസ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ 1, 2, 3 എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് താഴെ ഉണ്ടാവും, ഒന്ന് ഈ സൈഡിലുണ്ടാവും, ഒന്ന് അപ്പുറത്തെ സൈഡിലുണ്ടാവും. അപ്പോൾ 6 ഫേസാണ് ഇതിനുണ്ടാവുക. ഈ 6 ഫേസിൽ നമ്മൾക്ക് വരുന്നത്, ഈ ഫേസിൽ നമ്പർ എഴുതാം. ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ നമ്പറിന് പകരം എന്തുണ്ടാവും എന്നറിയോ, ഡൈസിൽ ഡോട്ട്സ് ഉണ്ടാവും. ഇവിടെ 1 ഡോട്ട്, ഇവിടെ 3 ഡോട്ട്, ഇവിടെ 4 ഡോട്ട് എന്ന് പറയും. ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്പറിന് പകരം ഡോട്ടായിട്ട് സൂചിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഡോട്ട് ഇട്ടിട്ടും 6 ഫേസിനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്പർ ഇട്ടിട്ട് സൂചിപ്പിക്കാം, ഇതിട്ട് ഉപയോഗിക്കാം. ചിലതിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഫിഗേഴ്സ്, ചിത്രങ്ങളുണ്ടാവും. ഈ മാതിരിയുള്ള ചിത്രങ്ങളൊക്കെ വെച്ചിട്ടും എന്ത് ചെയ്യും, സൂചിപ്പിക്കാറുണ്ട്. 6 ഫേസിൽ ഇതേമാതിരിയുള്ളതും വെച്ചിട്ട് സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ 6 ഫേസ് ഉണ്ട് ഓർമ്മിക്കുക. പൊതുവെ ഏറ്റവും തവണ വരുന്നത് എന്താണ്, ഇതേമാതിരിയുള്ള അക്ഷരങ്ങളാണ്. ചിലതിൽ എന്തുണ്ട് വെച്ചാൽ അക്ഷരങ്ങൾ, ഇംഗ്ലീഷ് അക്ഷരങ്ങളും ആൽഫാബറ്റ്സും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ A ഉപയോഗിക്കും, ഇവിടെ B, ഇവിടെ C എന്ന് പറയുന്ന രീതിയിൽ വരാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ ഈ ഡൈസിൻ്റെ 2 തരം ഡൈസാണുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡൈസ്, ഒന്ന് ഓർഡിനറി ഡൈസ്. സ്റ്റാൻഡേർഡ് ഡൈസ് എന്ന് പറയുന്നത്, അതായത് 2 ഡൈസിൻ്റെ, ഇപ്പം നോക്കിക്കോളൂ. ഇപ്പം ഇങ്ങനെയുള്ളൊരു ഡൈസ് ഉണ്ട് എങ്കിൽ ആ ഡൈസിൻ്റെ ഈ താഴെ ഇപ്പോൾ 3 ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡൈസിൽ താഴെ ഉണ്ടാവുന്നത് 4 ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ഫേസിൽ വരുന്നത് 4 ആയിരിക്കും. 3ൻ്റെ ഓപ്പോസിറ്റ് 4 വരും. അതേപോലെ 2 ഇപ്പോഴുള്ളെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 5 ആയിരിക്കും. ഓക്കെ, അതുപോലെ 1 വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 6 ആയിരിക്കും. അതായത് ഈ നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് 7 കിട്ടും സ്റ്റാൻഡേർഡ് ഡൈസിൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രോബ്ലത്തിൽ സ്റ്റാൻഡേർഡ് ഡൈസ് അല്ല വരുന്നത്, ഓർഡിനറി ഡൈസാണ്. ഈ പ്രത്യേകത ഇല്ലാതെ ഏത് നമ്പറുകളും വരുന്ന രീതിയിലുള്ള ഡൈസാണ് നമുക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ടത് ഒരു ഡൈസ്. ഇപ്പോൾ ഈ ചോദ്യം നമുക്ക് എടുക്കാം. വിച്ച് നമ്പർ വിൽ അപ്പിയർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് വിത്ത് നമ്പർ 6? നമ്പർ 6 എന്ന് പറയുന്നതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഏതാ വരികയെന്ന്. അപ്പോൾ ഇവിടെ 2 സൈസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഡൈസിൻ്റെ 2 ഭാഗങ്ങളിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ് ഇപ്പം നമുക്ക് തന്നിട്ടില്ലേ. ഒരേ ഡൈസ് തന്നെ 2 ഭാഗങ്ങളിൽ നിന്ന് എടുത്തു. ഒരു ഭാഗത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കാണുന്നത് 6, 3, 4 ആണ്. വേറൊരു ഭാഗത്ത് നോക്കുമ്പം 2, 3, 1 ആണ് കാണുന്നുണ്ടാവുക ഈ 3 എണ്ണത്തിൽ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരേ ഡൈസ് തന്നെയാണ് ഇത് ആദ്യം മനസ്സിലാക്കണേ. അതിൽ ഈ 6ൻ്റെ ഇവിടെ 6 കാണുന്നുണ്ടല്ലോ, 6ൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എതിർഭാഗത്ത് ഏത് നമ്പറാണ് വരിക എന്നാണ് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ 2 ഡൈസിലും കോമൺ ആയിട്ട് ഒരാൾ ഉണ്ട്. നോക്കിക്കോളൂ, ഇവിടെ 3 ഉണ്ട് കോമൺ ആയിട്ട്, ഇവിടെയും 3 ഉണ്ട് അല്ലേ.
ഇവിടെ 1 2 ആണുള്ളത്, 4 6 ആണുള്ളത്. കോമൺ ആയിട്ട് ഒരു നമ്പറാണ് ഉള്ളത്. കോമൺ ആയിട്ട് ഒരു നമ്പറാണ് ഉള്ളതെങ്കിൽ ശ്രദ്ധിക്കണം, 2 ഡൈസിൽ കോമൺ ആയിട്ട് 1 നമ്പർ, ഒരു നമ്പറാണ് ഉള്ളത് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആ നമ്പറിൽ നിന്ന് ഒന്നിക്കിൽ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേഷൻ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ് എടുക്കുക. അത് ഞാൻ ഉദാഹരണം എടുത്തിട്ട് തന്നെ പറയാം. ഇപ്പോൾ ഉദാഹരണം 2 സ്ഥലത്ത് കോമൺ ആയിട്ട് 3 ആണ് വന്നത്. 3-ൽ നിന്ന് നമ്മൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഞാൻ ക്ലോക്ക് വൈസ് ആണ് സൂചിപ്പിക്കുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഞാൻ പറയുന്നില്ല. അപ്പോൾ 3-ന്ന് ഇങ്ങനെ വരിക. അപ്പോൾ ഈ 3-ൽ നിന്നും എന്ത് വേണം, അതേമാതിരി ഇങ്ങനെ കറങ്ങി വരിക. രണ്ടും ഒരേ ഡയറക്റ്റ് അല്ലേ? ഇതാ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ വന്നു, ഇതും ക്ലോക്ക് വൈസിൽ വന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് 3 കടന്നു പോകുന്ന വഴികളിൽ നമ്മൾ ഏതെല്ലാം നമ്പറിനെ കാണുന്നുണ്ട്? 3 കഴിഞ്ഞിട്ട് അടുത്ത വഴിയിൽ വരുന്നത് 4 കാണുന്നുണ്ട്, പിന്നെ 6 കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എഴുതി വെക്കും 3, അതേപോലെ 4 6 കാണുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ 3 4 6 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ 3 6 4 എന്നാണ് ഞാൻ എഴുതുക. ഈ ടൈപ്പിലാണ് 3 4 6. ഈ 3-ൽ നിന്ന് തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് വരിക? 3, പിന്നെ 1-നെ കാണും, പിന്നെ 2-നെ കാണും. അപ്പോൾ 3 1 2 ഇത് എഴുതുന്ന മനസ്സിലായല്ലോ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 6-ന്റെ ഓപ്പോസിറ്റാണ് 2, 2-ന്റെ ഓപ്പോസിറ്റ് 6 വരും. 4-ന്റെ എതിർഭാഗത്ത് 1, 1-ന്റെ എതിർഭാഗത്ത് 4. നമ്മളോട് ചോദിച്ചത് 6-ന്റെ എതിർഭാഗത്ത് ഏതെന്നാണ് ചോദിച്ചത്. 6-ന്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചത്. അപ്പോൾ 6-ന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ആൻസർ വരിക 2 ആണ് വരിക. ഇവിടെ വരുന്ന സമയത്ത് അപ്പോൾ ആൻസർ വരുന്നത് 2. ഇവിടെ ശ്രദ്ധിക്കുക, 3-ന്റെ ഓപ്പോസിറ്റ് എത്ര എന്നാണ് ചോദിച്ചതെങ്കിൽ 6-ന് 2 കിട്ടി, 4-ന് 1 കിട്ടി. അപ്പോൾ 1 മുതൽ 1 2 3 4 5 6 നമ്പറാണ് ആകെ ഉള്ളത്. അതിലിപ്പം 1 വന്നു, 2 വന്നു, 3 വന്നു, 4 വന്നു, 6 വന്നു. വരാത്തത് ആരാ? 5 ആണ്. അപ്പോൾ ഇത് ഏതായിരിക്കും? 5 ആയിട്ട് എടുക്കണം. അപ്പോൾ 3-ന്റെ ഓപ്പോസിറ്റ് ഏതാണ് വരിക? 5. ഏത് നമ്പറിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റും? ശ്രദ്ധിക്കുക, 2 ഡൈസിലും കോമൺ ആയിട്ട് ഒരു നമ്പർ വരുമ്പോഴാണ് ഈ രീതി നമ്മൾ ഉപയോഗിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഡൈസിന് കോമൺ ആയിട്ട് ഒരു നമ്പർ വരുമ്പോൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3 പൊസിഷൻസ് ഓഫ് എ ഡൈസ് ആർ ഗിവൺ. ഒരു ഡൈയുടെ 3 പൊസിഷൻസ്, 3 ഭാഗങ്ങളിലുള്ള വ്യൂ ആണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ നമ്പർ ഓപ്പോസിറ്റ് ടു 1? 1-ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചത്. ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും 1 4 ഉണ്ട്, 1 4 1 ഉണ്ട്. 2 നമ്പറുകൾ കോമൺ ആയിട്ട് വരികയാണ് എങ്കിൽ 1 4 ഉണ്ട്, 4 1 ഉണ്ട്. കോമൺ ആയിട്ട് വരികയാണെങ്കിൽ കോമൺ ആയിട്ട് വരാത്ത നമ്പർ മറ്റേ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇവിടെ കോമൺ ആയി 2-ലും കോമൺ ആയിട്ട് വരാത്ത 3 ആണ്, ഇവിടെ കോമൺ ആയിട്ട് വരാത്ത 2 ആണ്. അപ്പം 3-ന്റെ ഓപ്പോസിറ്റ് 2 ആയിരിക്കും, 2-ന്റെ ഓപ്പോസിറ്റ് 3 ആയിരിക്കും. മറ്റ് നമ്പറുകളുടെ ഒന്നും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഓപ്പോസിറ്റ് ഫേസിലത്തെ നമ്പർ പറയാൻ കഴിയില്ല, എതിർഭാഗത്തുള്ള സംഖ്യ പറയാൻ കഴിയില്ല. എങ്ങനെയാണെങ്കിൽ 2 ഡൈസിലും കോമൺ ആയിട്ട് 2 എണ്ണം വരുമ്പോൾ ഒരു നമ്പറിൻ്റെ ഓപ്പോസിറ്റ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് പറയാൻ പറ്റുന്നത് ആരുടേതാ? 3-ന്റെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾക്ക് വേണ്ടുന്ന ആരാ? 1-ൻ്റെയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നോക്കുക, നമ്മൾ 6 3 5 ഉണ്ട്. ഇവിടെ നോക്കുക 1 4 2 ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ നോക്കുക. നോ. കാരണം എന്താ? ഇവിടെ 1 2 4 3 6 5 ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരാളില്ല, കോമൺ ആയിട്ട് ആരുമില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതും എടുത്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതും എടുത്ത് നോക്കുക. ഐഡിയ മനസ്സിലാക്കണേ. ഇവിടെ കോമൺ ആയിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് നമ്മൾ എടുക്കുന്നത്? ഇതുമായിട്ട് എടുക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് എടുക്കാത്തത്? ഇവിടെ 3-ന്റെ ഓപ്പോസിറ്റ് മാത്രമേ കിട്ടുള്ളൂ, 2 എണ്ണം കോമൺ ആയിട്ട് ഇവരിലുണ്ട്. അപ്പോൾ ഇതും എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്ക്. ഇതും എടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഏതാ? 3 ഇവിടെയുണ്ട്, ഇവിടെയും 3 ഉണ്ട്. 2 സ്ഥലത്തും കോമൺ ആയിട്ട് 3 ഉണ്ട്. 3 കോമൺ ആയിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോഴേതല്ല വരിക? 3 4 1. അപ്പോൾ നമ്മളിവിടെ എഴുതും 3 4 1. രണ്ടാമത്തേത് ഈ 3-നെ നമ്മൾ ഇങ്ങനെ കറക്കിയാലോ? അതേമാതിരി നമ്മൾ ഇങ്ങനെ കറക്കി വരണം. കറക്കി വരുമ്പോൾ ഏത് വരും? 3. ആ വരുന്ന വഴിയിലത്തെ നമ്പറിൽ എഴുതണം 3 6 5. ഇവിടെ എഴുതാം
3, 6, 5. നോക്കൂ, 1ൻ്റെ ഓപ്പോസിറ്റ് 5 ആണ്, 4ൻ്റെ ഓപ്പോസിറ്റ് 6 ആണ്. അപ്പോൾ 3ൻ്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും എന്നാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഇല്ലാത്ത നമ്പർ ആയിരിക്കും അത്. അത് ഏതാണ്? നമ്പർ 2. അപ്പോൾ 3ൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് വരിക? ആൻസർ വരിക. ആൻസർ ഏതാണ് വരിക? 2 ആണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്ത് നോക്ക്, 4, 6, 5, 5, 6, 3. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോറി ഇതില്ല. ഇതിൻ്റെ ആൻസർ നമുക്ക് എത്രയാണ്? 3ൻ്റെ ആൻസർ ഇതല്ലേ നമ്മൾ പറഞ്ഞത്. ക്ഷമിക്കണം, നമ്മൾ ഇത് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എഴുതിയത്. ക്ഷമിക്കണം, ഇതിൻ്റെയാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് 3 അല്ല ചോദിച്ചത്, ഓപ്പോസിറ്റ് ടു 1 ആണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ ഓപ്പോസിറ്റ് ടു 1 ഇതിലേതാ വരിക? ഈ 3 അല്ല വരുന്നത്, ഓപ്പോസിറ്റ് 1 ആണ് വരേണ്ടത്. അതെത്ര ആൻസർ വരിക? 5 ആണ്. 1ൻ്റെ ഓപ്പോസിറ്റ് 5 ആണ് വരിക. അപ്പോൾ 5 ഇവിടെ നമുക്കിവിടെ ഓപ്ഷനിലില്ല. അതുകൊണ്ട് ആൻസർ വരുന്നത് എന്താ വരിക? 5 ആണ് ആൻസറിൽ വരിക. അപ്പോൾ ഞാനൊരു നമ്പർ ഒഴിവാക്കിയിട്ട് ഇവിടെ 5 എന്ന് എഴുതുകയാണ്. അപ്പോൾ 1ൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 5. ഐഡിയ മനസ്സിലായി കഴിഞ്ഞല്ലോ? ഓക്കെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നമ്പർ ഓപ്പോസിറ്റ് ടു 3? 3ക്ക് ഓപ്പോസിറ്റ്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ ഇല്ല. 3ക്ക് ഓപ്പോസിറ്റ് വരുന്നത് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കാം, നിങ്ങൾക്ക് ഇവിടെ കോമൺ നോക്കുക, 2 ഡൈസ് ഉണ്ട്. അപ്പോൾ 2 ഡൈസിൽ കോമൺ ആയിട്ട് ആരുണ്ട്? 5 ഉണ്ട്, 6 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. 2 നമ്പർ കോമൺ ഉണ്ട്. 2 നമ്പർ കോമൺ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓപ്പോസിറ്റ് പറയാൻ പറ്റും. 3യുടെ ഓപ്പോസിറ്റ് ആരായിരിക്കും? ഒരു റൗണ്ട് വരയ്ക്കൊന്നും വേണ്ട. 3യുടെ ഓപ്പോസിറ്റ് വരിക 4 ആയിരിക്കും. ആൻസർ വരിക 3യുടെ ഓപ്പോസിറ്റ് 4 ആണ് വരിക. അതിന് വേറെ പ്രശ്നം, 2 നമ്പർ കോമൺ ഉണ്ടെങ്കിൽ കോമൺ അല്ലാത്ത നമ്പർ മറ്റേതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ 4. ഇനി നോക്കുക, DBA, CEF, CFA. വാട്ട് ഈസ് ദ നമ്പർ ഓപ്പോസിറ്റ് ടു ഫേസ് ഇ? അതായത് നമ്പറിന് ഡൈസിൽ അതിൻ്റെ ഫേസിൽ നമ്പറിന് പകരം ഇംഗ്ലീഷ് ആൽഫാബറ്റ്സ് ഉപയോഗിച്ചു എന്നേലൂ. അതിൽ ഇ എന്ന് പറയുന്ന ഫേസിന് ഓപ്പോസിറ്റ് ഏത് വരും എന്നാണ്. ഇതിൽ ഏതാ വരുന്നത് നോക്കിയാൽ ഇവിടെയാണ് ഉള്ളത്. കണ്ടുവല്ലോ? ഓക്കെ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കോ, CF ഇവിടെയുണ്ട്, CF ഇവിടെയുണ്ട്, CF ഇവിടെയുണ്ട്, CF ഇവിടെയുണ്ട്. അപ്പോൾ ഇയുടെ ഓപ്പോസിറ്റ് ആരാണ് വരിക? എ ആണ് വരിക. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റും. ആൻസർ എ കിട്ടി. അപ്പോൾ ഇത് അറിയുന്ന കുട്ടിക്ക് മാത്രമാണ് എളുപ്പത്തിൽ ഈ ഐഡിയ വരുന്നുണ്ടാവുക. അറിയാത്ത കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും ആലോചിച്ച് എഴുതേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നോക്കേണ്ടത് എന്താണ്? 2 ഡൈസോ 2 or 3 ഡൈസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആരെയാണ് കൺസിഡർ ചെയ്യേണ്ടത് നോക്കുക. ഇവിടെ ഓപ്പോസിറ്റ് ഫേസ് ആണ്. അപ്പോൾ ഉള്ളത് കണ്ടെത്തുക. ഉള്ളത് കണ്ടെത്തിയിട്ട് നോക്കുക. അതിൽ ബാക്കിയുള്ളത് 1 കോമൺ ആയിട്ടുണ്ടോ, മറ്റേതിൽ 2 കോമൺ ആയിട്ടുണ്ടോ നോക്കുക. ഉള്ളതിൽ 2 കോമൺ ആയിട്ട് വേറൊന്നിൽ വരുന്നുണ്ടെങ്കിൽ ഈയുടെ ഓപ്പോസിറ്റ് ഫേസ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അതേ സമയത്ത് ഈ 2 ഏതെങ്കിലും 1 മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കിയിട്ട് നമ്മുടെ ആൻസർ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇത് ഈസി ആയിട്ട് കിട്ടി. ഇത് നോക്കൂ, ഇത് ഒരു ഓപ്പൺ ഡൈസ് ആണ്. ഓപ്പൺ ഡൈസ് എന്ന് പറഞ്ഞാൽ അർത്ഥം, അതായത് ഈ ഡൈസിനെ തുറന്നു വെച്ചു. അതായത് 1, 2, 3, 4, 5, 6 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സാധാരണ ഡൈസിനെ തുറന്നു വെച്ചപ്പോൾ കാർഡ്ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിനെ ഇങ്ങോട്ട് മടക്കി, ഇങ്ങോട്ട് മടക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ക്യൂബ് കിട്ടും. അതായത് ഈ ഷേപ്പിലുള്ള ഒരു ക്യൂബ് നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ക്യൂബ് നമുക്ക് കിട്ടിയാൽ നമുക്ക് ചോദ്യം ഇതാണ്, ഇങ്ങനെയുള്ള ഇതിന് ഓപ്പൺ ഡൈസ് എന്നാ പറയുക, ഡൈസ് തുറന്നു വെച്ചത്. ഇങ്ങനെയുള്ളതിൽ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുക, വാട്ട് ഈസ് ദ നമ്പർ ഓപ്പോസിറ്റ് ടു ഫേസ് 4, 2 and 3 ഇൻ ഗിവൺ ഓപ്പൺ ഡൈസ് എന്നാണ്. അതായത് ഈ ഓപ്പൺ ഡൈസിൽ ഓപ്പോസിറ്റ് ടു 4 എങ്ങനെയാണ് കണ്ടുപിടിക്കുകയാണ്. ശ്രദ്ധിക്കുക, നേരത്തെ പറയുമ്പം ഡൈ ക്ലോസ്ഡ് ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഒരു നമ്പർ മാത്രം 2 കോമൺ വരുന്ന സമയത്ത് ക്ലോക്ക് വൈസിൽ തിരിക്കണം. 2 നമ്പർ കോമൺ ആണെങ്കിൽ കോമൺ അല്ലാത്തത് ഓപ്പോസിറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞത് ക്ലോസ്ഡ് ഡൈയിലാണ്. തുറന്നു വെച്ച ഡൈ ആവുന്ന സമയത്ത് വളരെ സിമ്പിളാണ് കണക്ക് ചെയ്യാൻ. അതായത് ശ്രദ്ധിക്കുക, 3 ഈ അറ്റത്തുള്ളത് തുടങ്ങുക, ഇതിൻ്റെ ഏറ്റവും മേലെയുള്ളത് തുടങ്ങുക. 3യുടെ ഓപ്പോസിറ്റ് 1 ആണ്. 3, 4 കഴിഞ്ഞിട്ട് 1. അതെങ്ങനെ വരുന്നു വെച്ചാൽ 3നെ ഇങ്ങോട്ട് മടക്കി ഈ 1നെ ഇങ്ങോട്ട് മടക്കിയാൽ ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, 4ൻ്റെ ഓപ്പോസിറ്റ് 5 ആണ്.
3യുടെ ഓപ്പോസിറ്റ് 1 ആണ്, 4ൻ്റെ ഓപ്പോസിറ്റ് 5, അല്ലെങ്കിൽ 5ൻ്റെ ഓപ്പോസിറ്റ് 4. അപ്പോൾ ഒരേ ലൈനിൽ വരികയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സാണ് ഓപ്പോസിറ്റ് ഫേസ് വരിക. പിന്നെ അടുത്ത നമുക്ക് നോക്കുക, 3യുടേത് 1 ആണ്. നമ്മളോട് ചോദിച്ചത് അറിയാം, ഓപ്പോസിറ്റ് ടു 3 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 3യുടെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, ഈക്വൽ ടു 1 എഴുതാം. പിന്നെ നമുക്ക് 4ൻ്റെത് 5, ഓപ്പോസിറ്റ് ടു 4 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, 5 ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് വരിക. ഇനി പിന്നെ ഓപ്പോസിറ്റ് ടു ആരെയാണ് വേണ്ടത്, ബാക്കിയുള്ളത് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2ൻ്റെ എന്ത് വരും, നമുക്ക് 6 വരും. 2ൻ്റെത് 6, അപ്പോൾ നമുക്കിവിടെ എഴുതാം ഈക്വൽ ടു 6 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓപ്പൺ ഡൈ വരുന്ന സമയത്ത് നമുക്ക് നോക്കേണ്ടത് ഒരേ ലൈനിൽ വരുന്നതുണ്ടെങ്കിൽ നമ്മളെന്ത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ 1യുടെ വിട്ടിട്ടുള്ളത് എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 2ഉം 6 ബാലൻസ് ഉള്ളൂ. അപ്പോൾ 2ൻ്റെ ഓപ്പോസിറ്റ് 6 ആയിരിക്കും. ഓക്കെ, ഈ ഓപ്പൺ ഡൈസ് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ മാത്സ്യൂൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ വന്നാൽ നമുക്ക് ഓപ്പോസിറ്റ് ഫേസ് കണ്ടുപിടിക്കാമെന്ന് അതിൽ നിന്ന് മനസ്സിലാകും. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാനിപ്പോൾ ഇവിടെ റൊട്ടേഷൻ ആണ്, ഇങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞു. ഇതൊരു പ്രോബ്ലം തന്നിട്ട് ചെയ്തതാണ്. ഡൈസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഓപ്പോസിറ്റ് ഫേസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഐഡിയ കിട്ടും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.